കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു ഇഫ്താർ സംഗമം നടത്തുകയാണ്. ഈ പുണ്യമാസം ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ജനത നോമ്പ് മാസമായി ആചരിക്കുകയും വ്രതാനുഷ്ഠാനങ്ങളും ആത്മീയ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ പുണ്യമാസം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷവും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസ് ക്ലബ്ബിൽ ഈ വർഷത്തെ ഇഫ്താർ സംഗമം നിങ്ങളുടെ എല്ലാ സൗകര്യത്തിലൂടെ, കാരണം വൈകുന്നേരം സാധാരണ ഒരു 4 മണിക്കാണ് ഇതിന് പറ്റിയ സമയം, പക്ഷേ നിങ്ങളുടെ എല്ലാ സൗകര്യം നോക്കി അത് 3 മണിക്കാക്കി. ഇതിൽ പങ്കെടുക്കണം എന്നോട് നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയും എത്താൻ കഴിയും എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. ഞാനൊരു യോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. പള്ളങ്കോടും US-ഉം കരിവള്ളൂരൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞപ്പോൾ എങ്ങനെയും സമയം അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വന്നുകൊണ്ടാണ് എനിക്കിവിടെ വരാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്താകെ അരക്ഷിതാവസ്ഥയും അരാജകത്വവും അക്രമവും യുദ്ധവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകണം, മാനവരാശിയാകെ സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ പുണ്യമാസത്തിലെ റംദാൻ മാസത്തിലെ ഇന്നത്തെ ഈ പ്രസ് ക്ലബിന് വേണ്ടി ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമം ഒരുക്കിയ കേരള ജമാഅത്തിനെയും അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞൂടല്ല, അല്ലേ? രാഷ്ട്രീയ പാർട്ടിയായിട്ട് കഴിയുന്നില്ലല്ലോ. നിലപാടുണ്ട്, കൃത്യമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനമാണ് ഇവിടെ ഇത് ഒരുക്കിയത്. ഈ ഇഫ്താർ സംഗമത്തിന് പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച മുസ്ലിം ജമാഅത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. ജില്ലാ സാരഥികളെ മുസ്ലിം ജമാഅത്തിൻ്റെ കേരള മുസ്ലിം ജമാഅത്ത് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ഒരു മീഡിയ സൗഹൃദ സംഗമം സംസ്ഥാനമൊട്ടുക്കും ഈ പരിപാടി നടത്താറുണ്ട്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒരു ഇഫ്താർ ഒരുക്കുകയും നമ്മുടെ ബന്ധങ്ങളിങ്ങനെ പുതുക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, കേരള മുസ്ലിം ജമാഅത്ത് എന്ന ബഹുജന സംഘടന ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുകയും സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി സുത്യർഹമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. 5000-ൽ പരം ശാഖകൾ ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങളും സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ദഅവ പ്രവർത്തനം അഥവാ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ, സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി, അവരിൽ മതസൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും മുസ്ലിം സമൂഹം നീങ്ങേണ്ട ശരിയായ പാത അതിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുകയും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദവും തീവ്രവാദവും ഇല്ലാതാക്കുകയും മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പഠിപ്പിച്ചു തന്ന ദീൻ, പരിശുദ്ധ മതത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ, പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുക, എല്ലാ മതങ്ങളെയും ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുക, സ്നേഹത്തോടെ കഴിയുക, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ പട്ടിണി മാറ്റാത്തവർ എൻ്റെ സമൂഹത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞ സമയത്ത് അവിടെ അയൽവാസിയുടെ മതത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും അവന് പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറയെ ഉണ്ണുന്നുണ്ടോ, നിനക്കെൻ്റെ മതത്തിൽ സ്ഥാനമില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തുടങ്ങി സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ബൃഹത്തായ കർമ്മ പദ്ധതിയാണ് മുസ്ലിം ജമാഅത്ത് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയോട് അടുക്കുകയാണ്. വിശുദ്ധ റമസാനിൻ്റെ ആ മഹത്വം എടുത്തു പറയുകയാണെങ്കിൽ തന്നെ അത് അള്ളാഹുവിനോട്, ദൈവത്തിനോടുള്ള ഒരു നിർബന്ധമായ കടമ നിർവഹിക്കുന്നതിന് പകരം അവിടെയും ഒരുപാട് പാഠം സമൂഹത്തിന് നൽകുന്നുണ്ട്. അഥവാ പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് അറിയണം, ഒരു നേരം ഉണ്ണാൻ വകയില്ലാത്തവനെ കുറിച്ച് മനസ്സിലാക്കണം, അവൻ്റെ പട്ടിണിയെക്കുറിച്ച് നീ അറിഞ്ഞിരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം അവിടെ ഉത്ബോധിപ്പിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, സൂര്യനസ്തമിക്കുന്നത് വരെ ഒരു നുറുക്ക് വെള്ളം, ഉമിനീര് പോലും കഫത്തോടു കൂടി ഇറക്കാൻ പറ്റില്ല. ആ നിലക്ക് നിഷ്കർഷിച്ച ആ നിർബന്ധമായ വ്രതം പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണിയെക്കുറിച്ചും കൂടി നിനക്ക് മനസ്സിലാക്കാം.